പെരിയാറിലെ മത്സ്യക്കൂട്ട കുരുതിയിൽ വഴിയാധാരമായത് ഒരു പറ്റം മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. കായലും പുഴയും മാത്രം ജീവനോപാധിയായി കണ്ടിരുന്ന ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ചെറുമീനുകൾ ഉൾപ്പെടെ കൂട്ടമായി ചത്തുപൊങ്ങിയതോടെ പുഴയ്ക്ക് ജീവനില്ലാത്ത അവസ്ഥയാണ്. പെരിയാറിന്റെ തീരത്ത് ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യം കലർന്നതോടെ ലക്ഷക്കണക്കിന് മീനുകളാണ് ചത്തുപൊങ്ങിയത്. നമുക്ക് ഈ തീരത്തുകൂടെ ഒന്ന് യാത്ര ചെയ്തു വരാം. അതിൻ്റെ വ്യാപ്തിയും ആഴവും പരിശോധിക്കാം. പെരിയാറിൻ്റെ തീരത്തുകൂടി ഇപ്പോൾ യാത്ര ചെയ്താൽ കാണാൻ കഴിയുക മത്സ്യജടങ്ങൾ മാത്രമാണ്. ഇന്നലെ ചത്തുപൊങ്ങിയ മീനുകളെല്ലാം തന്നെ ഇവിടെ എല്ലായിടത്തും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. രാസമാലിന്യത്തിൻ്റെ ഇരകളായ മത്സ്യജടങ്ങൾ. ഇതിൻ്റെയൊക്കെ കാരണക്കാർ ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ മീനുകൾ ഇങ്ങനെ ചത്തുപോകാനിടയെന്നാണ് നിങ്ങളൊക്കെ കരുതുന്നത്? അതായത് വിഷവെള്ളമാണ്. കാരണം പോയിസണായിട്ടുള്ള വെള്ളം പുഴയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടാണിത് മീനൊക്കെ ഇങ്ങനെ പതുക്കെ പൊങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അലർട്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും അറിയിച്ചു. കാരണം ഈ പുഴ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഈ സമീപത്തിലുള്ള എല്ലാവരും പുഴ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പോൾ വലയുണ്ട്, കണ്ട ചീന വലകളുണ്ട്. ഈ ചീന വലയൊക്കെ 3 മുതൽ 4 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഓരോ വലയിടുന്നത്. പിന്നെ കൂട് കൃഷി, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ കൂട് കൃഷി കണ്ടല്ലേ, ഇതൊക്കെ 10-15 ലക്ഷം രൂപ മുടക്കി ഡെയിലി ആളെ 1-2 പേരെ മീൻ തീറ്റ കൊടുക്കാനും എല്ലാത്തിനും വെച്ചിട്ടാണ് ഒരു ഒടുക്കത്തിലാണ് നമുക്ക് എൻ്റെ വരുമാനം കിട്ടുന്നത്. എല്ലാം ചത്തുപോയി. ഒന്നും കൊള്ളു. ഈ പുഴയിൽ ഇനി ഈ ഇതേപോലെ മത്സ്യം ഉണ്ടാവണമെങ്കിൽ തന്നെ കുറേ കാലം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ജീവിതമാർഗം പോയി. എല്ലാവരും ഈ കൂട് കൃഷി തുടങ്ങിയാണ് ബാങ്കിലെയും സൊസൈറ്റിയിലെയും ലോൺ എടുത്തിട്ടാണ്. ഫാക്ടറിയിലെയും മാലിന്യം ഇങ്ങനെ ഒഴുക്കിയതോടുകൂടി ഈ പുഴ പൂർണ്ണമായിട്ടും ഒരു നിർജീവാവസ്ഥയിലേക്ക് എത്തിയല്ലേ? അതെ. ഇനി വെള്ളത്തിൽ നമുക്ക് കാല് പോലും നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. പുഴ വ്രണങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തോരം പേരുടെ ജീവിതമാണ് ഇവിടെ നശിച്ചതെന്നറിയാമോ? അപ്പോൾ ഇത് 1-2 കമ്പനികളുടെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വിഷം ഇതിനകത്തേക്ക് ഒഴുക്കി വിട്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പരാതികളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണല്ലേ? എല്ലാവരും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ. കാരണം വെച്ചാൽ ബാങ്ക് ലോണും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ലോൺ ഇതെല്ലാം മുഖേനയാണ് നമ്മൾ ഈ വലയിടുന്നത്. മിക്ക ആളുകളും പുഴയിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ചൂണ്ടയിടും, രാവിലെ മുതൽ വൈകുന്നേരം ചൂണ്ടയിട്ടും അവർക്ക് 1-2 കിലോ ഒക്കെ കരിമീൻ കിട്ടാറുണ്ട്. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ ഭാഗത്തുള്ളത്. ഇനി അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഈ ലോണെല്ലാം നമുക്ക് അടയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചെറാനൂർ ഭാഗത്തൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതെ. കാരണം ജീവിതം വഴിമുട്ടി വെച്ചാൽ ആത്മഹത്യ ചെയ്യും ആൾക്കാർ. കാരണം ഈ ലോൺ എടുത്തിട്ടാണ് ഈ വലയെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് പോലെ ഒരുപാട് ജനതയുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ പുഴ സഹായകരമായിട്ടുണ്ട്. കൂട് കൃഷിയാണെങ്കിൽ പോലും മറ്റ് ഇതര രീതിയിൽ ചീനവലയാണെങ്കിൽ പോലും മത്സ്യകൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആളുകളായിരുന്നു ഇവിടുത്തെ ഭൂരിഭാഗം ജനതയും. അവരുടെ എല്ലാം ജീവിതമാണ് ഇപ്പോൾ ഇരുട്ടിലായിരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.